ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചെറി ബ്ലോസം അഥവാ സാക്കുറ പൂക്കളാണ്. ഓരോ വർഷവും വസന്തകാലം ആരംഭിക്കുമ്പോൾ ജപ്പാനിലെ നഗരങ്ങളും ഗ്രാമങ്ങളുമെല്ലാം മൃദുവായ പിങ്ക് നിറത്തിൽ മൂടപ്പെടും. ഇതൊരു സാധാരണ പൂക്കാലം മാത്രമല്ല, ജപ്പാന്റെ സംസ്കാരത്തിന്റെയും ജീവിത ദർശനത്തിന്റെയും ഭാഗമാണ്. ചെറി ബ്ലോസം പൂക്കൾ വളരെ ചെറിയ കാലയളവിൽ മാത്രം വിരിയുന്നവയാണ്. സാധാരണയായി മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ പൂക്കളുടെ സൗന്ദര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ ജനങ്ങൾ ഹനാമി എന്ന പ്രത്യേക ആഘോഷം നടത്തുന്നു. ഹനാമി എന്നത് പൂക്കൾ കാണാനും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടി കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് പാർക്കുകളിൽ സമയം ചെലവഴിക്കുന്ന ഒരു സംസ്കാരമാണ്. സാക്കുറ പൂക്കൾ ജപ്പാൻ ജനങ്ങളുടെ മനസ്സിൽ ഒരു ആഴമുള്ള അർത്ഥം വഹിക്കുന്നു. ഈ പൂക്കളുടെ ചെറിയ ആയുസ് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കുന്നതായി അവർ വിശ്വസിക്കുന്നു. അതായത് ജീവിതം എത്ര ചെറുതായാലും അതിനെ മനോഹരമായി ആഘോഷിക്കണം എന്ന സന്ദേശമാണ് ചെറി ബ്ലോസം നൽകുന്നത്. ടോക്കിയോ, കിയോട്ടോ, ഒസാക്ക തുടങ്ങിയ നഗരങ്ങളിൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും സാക്കുറ സീസണിൽ എത്താറുണ്ട്. നദീക്കരകളിലും ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള വഴികളിലും പൂത്തുലയുന്ന ഈ മരങ്ങൾ ഒരു സ്വപ്ന ലോകം പോലെ തോന്നിക്കും. രാത്രിയിൽ ലൈറ്റുകൾ വെച്ച് പൂക്കളെ പ്രകാശിപ്പിക്കുന്ന യോസക്കുറ എന്ന കാഴ്ചയും ഏറെ പ്രശസ്തമാണ്. ചെറി ബ്ലോസം ജപ്പാന്റെ ദേശീയ ചിഹ്നങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. കലകളിലും കവിതകളിലും സിനിമകളിലും ഈ പൂക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഓരോ പൂവും വിരിയുമ്പോൾ പ്രകൃതി നമ്മോട് പറയുന്നത് ഒരു കാര്യമാണ്: മാറ്റങ്ങൾ സ്വാഭാവികമാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സാക്കുറ സീസൺ ഒരു സാധാരണ പ്രകൃതി കാഴ്ച മാത്രമല്ല, ജീവിതത്തെ പുതിയ കണ്ണിലൂടെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഒരിക്കലെങ്കിലും ജപ്പാനിൽ ചെന്ന് ചെറി ബ്ലോസം നേരിൽ കാണുക എന്നത് ലോകമെമ്പാടുമുള്ള ആളുകളുടെ സ്വപ്നമായത് അതുകൊണ്ടാണ്. ഇതാണ് ജപ്പാനിലെ ചെറി ബ്ലോസം. സൗന്ദര്യവും തത്വചിന്തയും ഒരുമിക്കുന്ന പ്രകൃതിയുടെ അതുല്യ സമ്മാനം.